അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്നും കോളനൈസേഷൻ പോയിട്ടില്ലെന്ന്. പണ്ടത്തെ കൊളോണിയൽ റൂൾ എങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവനുള്ള ആളുകളുടെ കൾച്ചർ, പൊളിറ്റിക്സ്, ഐഡന്റിറ്റി ഒക്കെ ഷേപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന തിയറിയാണ് പോസ്റ്റ് കൊളോണിയൽ തിയറി. മെയിൻലി പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ എഡ്വാർഡ് സെയ്ദ് പോലെയുള്ള ആളുകൾ കോളനൈസർ വേഴ്സസ് കോളനൈസ്ഡ് എന്നൊരു ബൈനറി വെച്ചിട്ടാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബൈനറി നമുക്ക് പോസിബിൾ അല്ല. കാര്യം ഇവിടെ ഓൾറെഡി ഒരു കോളനൈസേഷൻ നിലനിൽപ്പുണ്ടായിരുന്നു ബേസ്ഡ് ഓൺ കാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ വിക്ടിം കാറ്റഗറിയിലേക്ക് നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. കാര്യം സോ കോൾഡ് ലോവർ കാസ്റ്റും അപ്പർ കാസ്റ്റും ഒരേ രീതിയിലല്ല ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സിംഗിൾ കാറ്റഗറിയിലേക്ക് നമ്മൾ ഇവരെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുമ്പോൾ എല്ലാവരും ഒരേ രീതിയിലാണ് സഫർ ചെയ്തിട്ടുള്ളത് എന്നൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യും. ഓർ ദ സോ കോൾഡ് അപ്പർ കാസ്റ്റ് എലൈറ്റ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ദളിറ്റ്സിന്റെ സ്ട്രഗിൾ ഇവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ കാസ്റ്റ് ഹൈറാർക്കി നോർമലൈസ് ചെയ്യപ്പെടുന്നു. ദളിത് തിങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ തന്നെ ഉള്ള ഒരു ഇന്റേണൽ കോളനൈസേഷൻ ആണ്. അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാരെ മാറ്റി അപ്പർ കാസ്റ്റ് ആൾക്കാർ വന്നാലും ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. കാര്യം കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം കാലം ആ ടൈറണി ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇൻഡിപെൻഡൻസ് വന്നപ്പോൾ ഭരണം മാറി, പക്ഷെ ദളിറ്റ്സിന്റെ അവസ്ഥ മാറിയില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫിക്ഷൻ മാത്രമാണ്. അപ്പർ കാസ്റ്റ് നാഷണലിസത്തിന് വേണ്ടിയുള്ള ഒരു ഇലൂഷൻ മാത്രം. ഇവിടെയാണ് കാഞ്ച എലിയ ഷെപ്പേർഡിന്റെ സ്പിരിച്വൽ ഫാസിസം എന്ന ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഒക്കുപ്പേഷൻ, മൊബിലിറ്റി, ഡിഗ്നിറ്റി, ആക്സസ് ടു നോളജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ ബ്രാഹ്മണിസം ഡിക്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോസ്റ്റ് കൊളോണിയൽ സ്കോളേഴ്സ് വെസ്റ്റേൺ ഡോമിനേഷനെ എതിർക്കുമ്പോഴും കാസ്റ്റ് സിസ്റ്റത്തിനെ കൾച്ചറിന്റെ പാർട്ടായി കണ്ട് പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാഷണലിസം ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ ഹെറിറ്റേജ് ആയി കാണുകയും ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ ആന്റി നാഷണലിസ്റ്റ് ആയിട്ട് മുദ്ര കുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോഴും ദളിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രാൻസ്ഫർ ഓഫ് പവർ മാത്രമായിരുന്നു ഫ്രം ബ്രിട്ടീഷേഴ്സ് ടു ദ സോ കോൾഡ് അപ്പർ കാസ്റ്റ് എലൈറ്റ്സ് അഗെയിൻ. കൊളോണിയലിസത്തെക്കാൾ പഴക്കമുള്ള കാസ്റ്റ് സിസ്റ്റം ഇന്നും നിലനിൽക്കുന്നതിനാൽ ബ്രിട്ടീഷുകാർ പോയതുകൊണ്ട് മാത്രം ഇന്ത്യ ഡീകൊളനൈസ്ഡ് ആയെന്ന് പറയാനായിട്ട് പറ്റില്ല.